ഹേ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ ദേ നമ്മുടെ മെറിഡ സ്കൾപ്ചർ റോഡ് ബൈക്ക് ഫ്രെയിമിൽ വരുന്ന ഫസ്റ്റ് വീഡിയോ കേട്ടോ. അപ്പോൾ ദേ നമ്മുടെ റോഡ് ബൈക്കും ഉണ്ട്, ഹൈബ്രിഡ് ഉണ്ട് വിത്ത് വൈശാഖ് ബ്രോ. നമ്മളത് ഇന്ന് എറണാകുളം പോവാണ്. അപ്പോൾ എന്താണ് പരിപാടി എന്ന് വെച്ചാൽ ദേ നമ്മളിതിന് MDP പെഡൽസൊക്കെ വെച്ച്, പക്ഷേ നമുക്ക് ഷൂ കിട്ടിയില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നാണ് ഷൂ വന്നിട്ടുണ്ട്. ഷിമാനോയുടെ ഷൂ ആണ്, MDP ഷൂ ആണ്. അപ്പോൾ ഇന്ന് ഷൂ എടുക്കാൻ പോവാണ്. അപ്പം എന്താ പറയുന്നത്, ഷൂവിൻ്റെ ബാക്കി ഡീറ്റെയിൽസൊക്കെ അവിടെ ചെല്ലുമ്പോൾ പറയാം. അതുപോലെ തന്നെ പറ്റുവാണെങ്കിൽ ബ്രോ നമ്മൾ എന്താണ് കവര് കാണാൻ കുമ്പളങ്ങി പോവും, ഉറപ്പൊന്നുമില്ല. അപ്പം നമ്മുടെ സാഹചര്യമൊക്കെ വെച്ചിട്ട് അപ്പോൾ എന്താണേലും ഇനി ബാക്കി റൈഡിൽ കാണാം. അപ്പോൾ ഇന്നത്തെ റൈഡിൽ നമ്മൾ എന്താ പറയുന്നത്, ഒരുപാട് റൈഡിങ് ക്ലിപ്സ് ഒന്നും കാണിക്കുന്നില്ല, അല്ലെങ്കിൽ വണ്ടിയുടെ ഡീറ്റെയിൽസ് ഒന്നും പറയുന്നില്ല കേട്ടോ. അത് നമുക്ക് വരുന്ന വീഡിയോയിൽ കൂടുതലായിട്ട് കാണിക്കാം. അപ്പോൾ ഇന്നെന്ന് പറഞ്ഞാൽ നേരെ UBC ചെല്ലുക, നമ്മുടെ സൈക്ലിംഗ് ഷൂവിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ കാണിക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പം അതാണ് ഇന്നത്തെ വീഡിയോ. അങ്ങനെ നമ്മൾ വൈറ്റിലെത്തി കേട്ടോ. വൈറ്റിലെ സർവീസ് റോഡിലാണിപ്പോൾ. ഈ റൈറ്റ് ഈ ലെഫ്റ്റ് റൈറ്റ് ഏതാ ലെഫ്റ്റ് ഏതാ? പ്രശ്നമാണോ? പേരെന്നാ? വിസ്കിയോ? വിസ്കി 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 ലോക്ക് ചെയ്യാൻ നോക്കണോ? അതോ അല്ല സാധാരണ ലോക്ക് ചെയ്തിട്ട് പൊങ്ങിയില്ലെങ്കിൽ ചിലപ്പോ സ്ലിപ്പ് ആവാനുള്ള കാര്യം. MDP കേസ് അത്ര പ്രശ്നമില്ല, പക്ഷെ എന്നാലും സെറ്റായില്ലേ. ആവശ്യം വരാറില്ല. അപ്പോൾ നമ്മുടെ ഷൂവിൽ ക്ലീറ്റ്സ് കണക്ട് ചെയ്ത് കേട്ടോ. എന്നിട്ട് ജസ്റ്റ് ഒരു ഫിറ്റ് ചെയ്ത് നോക്കി. ഇനി എന്താണെങ്കിലും നമ്മളൊരു 1 വീക്ക് മിനിമം ചവിട്ടി നോക്കണം. അപ്പോൾ ഇതാണ് നമ്മുടെ UBCയിലെ ഹെൽമെറ്റ് ആൻഡ് ഷൂ റാക്ക് എന്ന് പറയാം കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഷൂവിൻ്റെ കാര്യങ്ങളൊന്ന് പറഞ്ഞു തരാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ബേസിക് റോഡ് ബൈക്ക് ഷൂ കേട്ടോ. അല്ലെ പോട്ടെ, നമ്മുടെ ഒരു സൈക്ലിംഗ് ഷൂ അല്ലെങ്കിൽ നോർമൽ ഷൂവും തമ്മിലുള്ളൊരു മേജർ ഡിഫറൻസ് കാണിച്ചു തരാം. ഇതാണ് സംഭവം. അതായത് സൈക്ലിംഗ് ഷൂ വരുമ്പോൾ തന്നെ നല്ല ഹാർഡ് സോളാണ് വരുന്നത്. ഇപ്പോൾ നമ്മുടെ നോർമൽ ഷൂ നമുക്കറിയാം, നമുക്ക് മടക്കാൻ പറ്റും. പക്ഷേ ഇതുണ്ടോ, ഇത് നമുക്ക് മടങ്ങില്ല. അതായത് ഹാർഡ് സോളാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ മെയിൻ സംഭവം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പെഡൽ ചെയ്യുമ്പോൾ അതായത് നമ്മൾ കൊടുക്കുന്ന ഫുൾ പവർ അല്ലെങ്കിൽ മാക്സിമം പവർ നമ്മുടെ പെഡലിലേക്ക് വരാൻ വേണ്ടിയിട്ട്, അതായത് എനർജി വേസ്റ്റ് ആവണില്ല. അതാണ് സൈക്ലിംഗ് ഷൂവിൻ്റെ ബെനിഫിറ്റ്. അല്ലെങ്കിൽ അതുകൊണ്ട് അതിനാണ് സൈക്ലിംഗ് ഷൂ ഉപയോഗിക്കുന്നത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇതാണ് നമ്മുടെ റോഡ് ബൈക്ക് ഷൂ. ഇത് റോഡ് ബൈക്ക് ഷൂ. പിന്നെ ഇത് MDP ഷൂ കേട്ടോ, നോർമൽ MDP ഷൂ. അതുപോലെ തന്നെ ഇതും MDP ഷൂ ആണ്. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ നോർമലല്ല. ഇത് എന്താ പറയുന്നത്, നമ്മുടെ നോർമൽ, അതായത് നമ്മൾ സാധാ ഇട്ടുകൊണ്ട് നടക്കുന്ന ഷൂവിൻ്റെ ഒരു ഷേപ്പ് ഉണ്ടല്ലോ, ഒരു ഡിസൈൻ, അതാണ് സംഭവം. ഓക്കെ, അപ്പോൾ ഇത് നമ്മളുള്ള ഡിഫറൻസ് ജസ്റ്റ് പറയുവാണെങ്കിൽ, ഇത് റോഡ് ബൈക്ക് ഷൂ, ഇത് MDP ഷൂ. അപ്പോൾ MDP ഷൂ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ഹീല് പോലെ സംഭവം വരുന്നതുണ്ടോ. അതായത് ഈ സംഭവം ഇട്ട് നമുക്ക് നടക്കാൻ പറ്റും. റോഡ് ബൈക്കിൻ്റെ ഷൂ ഇട്ട് നമുക്ക് നടക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇതിൻ്റെ ക്ലീറ്റ്സ് കാണിച്ചു തരാം. ക്ലീറ്റ്സ് എന്ന് പറഞ്ഞാൽ, അപ്പോൾ റോഡ് ബൈക്കിൻ്റെ ക്ലീറ്റ്സ് വരുന്നതാണ് ഇത്. ഈ ഒരു സംഭവം ഉണ്ടോ, ഇത് ഇവിടെ ഇങ്ങനെയല്ല, ഇങ്ങനെയാട്ടോ വരുന്നത്.
ഈ സംഭവം ഇവിടെ വരും. അപ്പോൾ ഇത് ബൾജായിട്ടിരിക്കും. അപ്പോൾ ഇത് വെച്ച് നമുക്ക് നടക്കാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ നമ്മളൊരു ഹീലുള്ള ഷൂ ഒക്കെ ഇട്ട് നടക്കുന്ന ആ ഒരു എഫക്റ്റ് ആയിരിക്കും. അപ്പോൾ അതാണ് റോഡ് ബൈക്ക് ഷൂ. എന്തുകൊണ്ട് ഇതാണ് നമ്മുടെ നോർമൽ MTB ഷൂ. ഇതിൻ്റെ ക്ലീറ്റ്സ് വരുന്നതെന്ന് പറഞ്ഞാൽ അതെ ഒരു ചെറിയ ക്ലീറ്റ്സ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഈ ഒരു സംഭവം ഇവിടെ വന്നാലും നമുക്ക് ഈ സൈഡിൽ ഹീലുള്ളതുകൊണ്ട് നമുക്കിതിട്ട് നടക്കാൻ പറ്റും. അതാണ് MTB ഷൂ. അതായത് നമ്മളിപ്പോൾ വല്ല മലയിലോ അല്ലെങ്കിൽ ഓഫ് റോഡിങ് ഒക്കെ ചെയ്യാൻ പോകുമ്പോഴാണെങ്കിലും നമുക്ക് നടക്കണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ഡിസൈൻ ചെയ്തേക്കുന്നത്. അപ്പം കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇതിന് പവർ ജനറേഷൻ കുറവായിരിക്കും കേട്ടോ. കാരണം ഇതെന്ന് പറഞ്ഞാൽ വലിയ ക്ലീറ്റ് ആയിരിക്കും, അതായത് ഇത്രയും ഉണ്ടായിരിക്കും ഇതിൻ്റെ ക്ലീറ്റ്സ്. പക്ഷേ ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ കണ്ടല്ലോ ചെറിയ ക്ലീറ്റ് ആട്ടോ. അതുകൊണ്ട് ഇതിന് പവർ കുറവായിരിക്കും, അതായത് ഇത് തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ. പിന്നെ ഇതാണ് ഇത് നോർത്ത് ഫേം എന്ന് പറഞ്ഞൊരു കമ്പനിയാണ് കേട്ടോ. ഇതിൻ്റെ നമ്മുടെ നോർമൽ ഷൂവിൻ്റെ ലുക്കുള്ള MTB ഷൂ കണ്ടോ, ഇതുണ്ടോ. ഇതിട്ട് നമുക്ക് എവിടെ വേണമെങ്കിലും നടക്കാം കേട്ടോ. ജസ്റ്റ് ഇവിടെയാണ് നമ്മുടെ ഒരു ക്ലീറ്റ്സ് വരുന്നത്. നോർമൽ ഷൂവിൻ്റെ ലുക്ക്. ഇത് ബോയെന്ന് പറഞ്ഞ സംഭവം കേട്ടോ, നമുക്ക് ടൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യണേ. ഈ സംഭവം വരുമ്പോൾ കുറച്ച് റേറ്റ് കൂടും. ഇത് വെൽക്രോ വരുന്ന റോഡ് ബൈക്ക് ഷൂ കേട്ടോ. ഇതെന്ന് പറഞ്ഞാൽ ബോയ വരുന്ന റോഡ് ബൈക്ക് ഷൂ. ബോയെന്ന് പറയുമ്പോഴത്തേന് നമുക്ക് ടൈറ്റ് ചെയ്യാൻ എളുപ്പമായിരിക്കും. അതായത് കൂടുതലും എനിക്കൊന്ന് ആദ്യത്തെ സമയത്തൊക്കെ നമ്മുടെ ട്രയത്ലോണൊക്കെ മത്സരിക്കുന്നവർക്ക് വേണ്ടിയിട്ടായിരുന്നു ബോയ വന്നുകൊണ്ടിരുന്നത്. അതാകുമ്പോൾ പെട്ടെന്ന് ഷൂ ഇട്ടിട്ട് ഇങ്ങനെ ടൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഇപ്പോൾ ഇത് കോമൺ ആയിട്ടോ ഈ ഒരു സംഭവം. പക്ഷേ ഇത് വരുമ്പോൾ വില കൂടുതലായിരിക്കും. ജസ്റ്റ് ഇത് ഇവിടെ ഇങ്ങനെ റോഡ് ബൈക്ക് നോർമൽ MTB, പിന്നെ നമ്മുടെ നോർമൽ ഷൂ പോലെ ഇരിക്കുന്ന MTB ഇത്ര ഇരിക്കുന്നതുകൊണ്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നാ കേട്ടോ. ബാക്കി ഇതേ കുറേ ഹെൽമെറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ നമ്മളിപ്പോൾ ഒരു ഹെൽമെറ്റ് എടുത്തു കേട്ടോ, മെറ്റിൻ്റെ ഹെൽമെറ്റാണ്. അപ്പോൾ ഇത് നമ്മുടെ പഴയ ഫയർഫോക്സിൻ്റെ ഹെൽമെറ്റാണ്. അപ്പോൾ ഈ സംഭവം ഇനി തിരിച്ച് തൂക്കിയിട്ടുണ്ട് പോകാം. അപ്പോൾ ഈ ഒരു ഷൂവിൻ്റെ കാര്യം പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ, അപ്പം കുറച്ച് പേർക്കെങ്കിലും ഒരു ചെറിയ ധാരണ ഉണ്ടാകും. ഇപ്പോൾ നമ്മൾ സൈക്ലിംഗ് ഷൂ യൂസ് ചെയ്യുന്നത് ഇപ്പോൾ നമ്മൾ റേസിങ്ങിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ എന്നാണ് ഭയങ്കര പ്രൊഫഷണൽ രീതിയിൽ മാത്രമാണെന്ന്. പക്ഷേ അങ്ങനെയല്ല, നമുക്കൊരു നല്ല കംഫോർട്ടായിട്ട് അല്ലെങ്കിൽ ഒരു എന്താ പറയുക, നമ്മളാ ഒരു സൈക്ലിംഗ് ഷൂ ഇട്ട് ലോക്ക് ചെയ്ത് ചവിട്ടുമ്പോൾ കിട്ടുന്ന ഒരു ഫീല്, അല്ലെങ്കിൽ എന്താ പറയുക, നമ്മൾ ഒരു ഫുൾ ഗിയർ ഇപ്പോൾ നമ്മൾ ഫുട്ബോൾ കളിക്കുകയാണ്, അപ്പോൾ നമ്മൾ നോർമൽ ഷൂ ഇട്ട് അല്ലെങ്കിൽ ചെരുപ്പിടാണ്ട് കളിക്കുന്നു, ഒരു ബൂട്ടൊക്കെ ഇട്ട് എന്താണ് കളിക്കുന്നത്, നമ്മളൊരു വ്യത്യാസമില്ല. ആ ഒരു ഡിഫറൻസ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ജസ്റ്റ് അതും കൂടി ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പം ഇത് ഇതിൻ്റെ പൊസിഷനിലേക്ക് നമുക്ക് തിരിച്ചു വരാം. പിന്നൊരു സംഭവം എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ സൈക്ലിംഗ് ഷൂ ഒക്കെ ഇട്ട് അതിന് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് വീഴാനുള്ളൊരു സാധ്യതയൊക്കെ ഉണ്ട്. അപ്പോൾ നോർമലി പറയുന്നത് നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ മെയ്ബി അല്ല വേണമെങ്കിൽ ഒരു പെഡൽ അല്ലെങ്കിൽ വൺ സൈഡ് ലോക്ക് ചെയ്ത് ചവിട്ടുക, ഒരു സൈഡ് അല്ലാണ്ട് ചവിട്ടുക, അങ്ങനെയൊക്കെ പ്രാക്ടീസ് ചെയ്യാനാണ് പറയുന്നത്. എന്നാൽ പോലും കൂടുതൽ ആൾക്കാർ ഒരു തവണയിൽ വീണിട്ടുണ്ട് കേട്ടോ. അത് സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ലോക്ക് ചെയ്തിട്ടല്ലേ ചവിട്ടുന്നത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് അവിടെ ഒരു വണ്ടി നിർത്തുന്നതിന് മുമ്പ് അൺലോക്ക് ചെയ്യണം. അപ്പോൾ അൺലോക്ക് ചെയ്യാൻ പറ്റാണ്ട് വരുമ്പോഴത്തേനും നമ്മൾ നേരെ മറിഞ്ഞു വീഴും. ആ ഒരു പ്രശ്നമൊക്കെ എല്ലാവർക്കും തന്നെ സംഭവിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ജസ്റ്റ് അപ്പോൾ ഇവിടെ വന്ന സ്ഥിതിക്ക് ഇതൊക്കെ ഒന്ന് കാണിച്ച് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ തിരിച്ച് പോവാണ്. അങ്ങനെ നമ്മൾ UBC ഇറങ്ങി പറ്റുവാണെങ്കിൽ കവര് കാണണം എന്നുള്ള ആഗ്രഹത്തിൽ പോവാട്ടോ. ഇവിടുന്ന് ഒരു 16 കിലോമീറ്റർ ഉണ്ടേ. അങ്ങനത്തെ നമ്മുടെ റോമി ബ്രോ ഇറങ്ങിയിട്ട് ലാസ്റ്റ് കളത്തിലിറങ്ങി. ബ്രോ വീശിക്കോ? ആ അതെ അതെ. അതിനെന്നറിയോ, അവിടെ ആ വെട്ടമുള്ളതുകൊണ്ടാ അത്രയും കാണാതെ. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി, ഉപ്പുള്ള ചെളിയല്ല ചെളി. ആ അതെ, ചാടി കഴിയുന്ന നെഞ്ചും തല്ലി കിടക്കും വെള്ളത്തിൽ, ആടില്ലാത്തോണ്ട്. പക്ഷേ നമുക്കിത് ക്യാമറ കാണിക്കാൻ പറ്റുന്നില്ല, സോറി ഗൈസ്. അതാണ്. അപ്പോൾ അതേ അങ്ങോട്ടൊക്കെ ഈ പറഞ്ഞാൽ അതെ അവിടെയൊക്കെ പോകണമെങ്കിൽ കുറച്ചുകൂടി ഇരുട്ടാണ്, അവിടെ കുറച്ച് നൈസായിട്ട് കാണാം. പക്ഷേ അതെ അതെ ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷേ പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ ഈ സൈക്കിൾ വെച്ചിട്ട് നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല, അതാണ്. അതുകൊണ്ട് നമ്മളിതേ ഇവിടെ കണ്ടു, പക്ഷെ നിങ്ങളെ കണ്ടു. അതെ, നിങ്ങളെ കാണിക്കാൻ പറ്റുന്നില്ല.
അങ്ങനെ ദേ നമ്മളിവിടെ വന്നു. ഈ പറഞ്ഞ പോലെ ഇഷ്ടംപോലെ ആൾക്കാരാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ സംഭവം ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വരാം. നൈസാണ്. ജസ്റ്റ് കാണാം. വീഡിയോസൊന്നും അങ്ങനെ എടുത്താൽ കിട്ടത്തില്ലായിരിക്കും. ഇല്ലേ പിന്നെ നല്ല ക്യാമറയൊക്കെ ആയിട്ട് വന്നാൽ കിട്ടും. അപ്പോൾ ദേ ഇനിയിപ്പോൾ നമ്മൾ ലേറ്റ് ആക്കണില്ല. സമയം ദേ എത്രയാണ്? 9 മണിയായിട്ടോ. അപ്പോൾ ഇനി ദേ 53 കിലോമീറ്റർ. നമുക്ക് തിരിച്ചൊരു 50 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ ദേ നമ്മൾ നൈസായിട്ട് തിരിച്ചേക്കും. അപ്പോൾ ദേ നമ്മുടെ നൈറ്റ് ഫുഡ് കേട്ടോ. അത്യാവശ്യം ചൂടുള്ള പുട്ടും ചിക്കൻ റോസ്റ്റും. ഇതേ ഒരു വൈബ് കട കണ്ടിട്ട് കയറി കേട്ടോ കുമ്പളങ്ങിൽ നിന്ന് പോരുമ്പം. അപ്പോൾ ദേ നമ്മൾ ആഹാരം റെസ്റ്റോറൻറ്റിൽ നിന്ന് വൈകിട്ടത്തെ ആഹാരം കഴിച്ചിട്ട് തിരിച്ചു പോവാ കേട്ടോ. അതെ സമയം 10 മണിയായി. എനിക്കിനി ഒരു 50 കിലോമീറ്റർ ഉണ്ട്. എനിക്ക് 60 മേളിലുണ്ട്. ഞാൻ 2 മണി 1 മണി എന്താണെങ്കിലും നമ്മൾ പതുക്കെയല്ലേ പോകുള്ളൂ. 2 മണിയാവും. എന്തായാലും പോയേക്കും ബ്രോ. എന്നാൽ ഏതായാലും 2 മണിയല്ലേ വലിയ വെയിറ്റ് കിടന്ന് ഉറങ്ങിയിട്ട് പോയാലോ ആലോചിക്കണേ. പോയേക്കാം. അങ്ങനത്തെ സമയം രാത്രി 12:15 കഴിഞ്ഞു. വെളുപ്പിനെന്ന് പറയാല്ലേ ബ്രോ. ഞാൻ 95 കിലോമീറ്റർ കവർ ചെയ്തു. 108 കിലോമീറ്റർ അല്ലേ ബ്രോയ്ക്ക്? ഇനി ഇവിടെ 20 കിലോമീറ്റർ. എനിക്കൊരു 10 കിലോമീറ്റർ. അപ്പോൾ ബ്രോ ഇവിടുന്ന് നേരെ പോവും. ഞാൻ താഴത്തേക്ക് ഒരു വഴിയുണ്ട് കേട്ടോ. ഞാൻ അങ്ങോട്ട് പോകും. അപ്പോൾ കാണാം ബ്രോ. ഓക്കെ. ചാർജ് ഇല്ലേ ഹെഡ്ലൈറ്റ്?